നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ തത്വമാനവും ഭൂതവും ഭാവിയും വേറെന്നോടുക നീ അകവും ഗൗരവും ദൈവം മഹിമാവാർമ്മമിൻപദം പുലർത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാപരപരായണ ജയിക്കുക ശിവാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിന്നകസ്ത ആരെയും ഞങ്ങളാകമേ ആരണം വാഴണം നിത്യം വാഴണം വാഴണം. പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സ്കൂളിന്റെ മാനേജർ ശ്രീ ചന്ദ്രൻ പുതുമന്ദിര അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂളിന്റെ സെക്രട്ടറി ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായ കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, നമ്മുടെ സ്കൂളിൻ്റെ ഭാരവാഹികൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഞാൻ അഭിസംബോധന ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെയാണ്. പക്ഷേ ഒരു ചെറിയ വിഷയം പറയുന്നത് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും നിങ്ങൾക്കായിട്ട്. ഇവിടെ നിങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ എഴുത്തിൽ സഞ്ചരിക്കാൻ വെളിച്ചം എന്നതുപോലെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എല്ലാം അറിയാനും മനസ്സിലാക്കാനും അറിവ് ആവശ്യമാണ്. ഈ അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ച് തുടങ്ങുന്നതാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. അത് ഇതാണ്, ഈ പഠിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യുന്നതിന് മറ്റൊരാൾ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആവശ്യം നമ്മുടേതാണെന്ന് അറിഞ്ഞ് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിങ്ങൾ സ്വയം പഠിക്കുന്നത് ശ്രദ്ധിക്കാൻ മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, രക്ഷകർത്താക്കൾക്ക്, മറ്റ് ഉദയകാംക്ഷികൾക്ക്, ഈ സ്കൂളിൻ്റെ സാരഥികൾക്ക് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ആർദ്രമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രിൻസിപ്പൽ ശശികുമാർ സാറ്, ഈ സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇന്ന് കേരളാപാട് പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം നമ്മളും ചെറിയ തോതിൽ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ സത്യത്തിൽ പറയാൻ ഭാഗ്യമുള്ളവരാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3 വയസ്സാകുമ്പോഴേ രക്ഷിതാക്കൾക്ക് ഉൾക്കേണ്ട തുടങ്ങും. ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം എന്നുള്ളത്. എൻ്റെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. യഥാർത്ഥത്തിൽ 1ാം സ്ഥാനത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കളുടെ ജോലി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തോലുമില്ല. യഥാർത്ഥത്തിൽ അവർ ജയിച്ചോ തോറ്റോ ആഹാരം കഴിച്ചോ നല്ല വസ്ത്രം ധരിച്ചോ അങ്ങനെയുള്ള സമയം അക്കാലത്തില്ലായിരുന്നു. പക്ഷെ ഇന്നൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികളെ ഭാഗ്യവാനും ഭാഗ്യവതികളൊക്കെയാണ് നോക്കുന്നത്. എനിക്ക് ഇപ്പം ഇന്നത്തെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പള് ആണ്. ഈ വർഷം പഠിപ്പിക്കാനൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞു ഈ വർഷം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ എല്ലാ കാര്യത്തിലും ഇവിടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇഷാമിസാണ്. ഇഷാമിസിൽ സ്കൂളിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ്. ഇഷാമിസിൽ ഞാനിത് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ശശികുമാർ സാറ്. ശശികുമാർ സാറ് നല്ല രീതിയിൽ കുട്ടികളെ പരിചരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള പിന്നെ ഇഷാമിസ് ഉണ്ട്. ഇഷാമിസിനെ കൊണ്ട് പിന്നെ പുതിയതായിട്ട് 2 മിസ് വന്നിട്ടുണ്ട്. ഒന്ന് അഭിരാമി മിസ്സാണ്, പിന്നെ രേഷ്മ മിസ് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വിദ്യാഭ്യാസം തന്നെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും തന്നിരിക്കും.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്റ്റാഫിനെ പറ്റിയോ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ വിട്ടുപോയി. നമ്മുടെ സ്കൂളിന്റെ എടുത്തുകൂടാതെ നമ്മുടെ ആന്റിയെ വയ്യപ്പെടുത്താൻ പറ്റുന്ന പോയി രമ്യാണ്. നമ്മുടെ പഠനകാര്യത്തിലോ മറ്റു കാര്യത്തിലോ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റാഫിന് എന്തെങ്കിലും സ്റ്റാഫിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരസ്യമായിട്ട് പറയാതെ ആ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ അത് കാര്യം തന്നെ പഠിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതാത് ക്ലാസ് ടീച്ചറെ വിളിച്ച് വിവരങ്ങൾ പറയണം. കാരണം എന്താ വെച്ചാൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് മാത്രമേ അതിൻ്റെ തെറ്റുകുറ്റങ്ങളോ സംശയങ്ങളോ തീർക്കാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം എന്നോടും കാര്യങ്ങൾ പറയാമായിരിക്കും. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്കും ഒരിക്കൽ കൂടി എല്ലാവരും ആശംസിക്കുന്നത് ഇതാണ്. അടുത്തായിട്ട് നല്ലവർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ സുരേഷ് മിസ്സിനെ ശ്രമിക്കാം. എന്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞല്ലോ, ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് ചെയ്തിട്ട് 9 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ വർഷം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് എല്ലാ ദിവസങ്ങളിലും ഉടനീളം സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അധ്യാപിക എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളോട് ആദ്യമേ പറയാണ്. പക്ഷെ ബാക്കി സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും. ക്ലാസ് അധ്യാപനം നടത്താൻ ഈ വർഷം എനിക്ക് സാഹചര്യം അനുവദിക്കുന്നില്ല. അത് നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. ബാക്കി നമുക്ക് പുതുതായിട്ട് ഉള്ള സ്റ്റാഫുകളും നിലവിലുള്ളവരും എല്ലാവരും അവരിൽ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ക്ലാസുകൾ എടുക്കുകയും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷനും നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജറുമായ ശ്രീ ചന്ദ്രൻ പുതുമന്ദിര അവർ, പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീലക്ഷ്മി, ഇവിടെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ ബാലേന്ദ്രൻ മംഗലത്ത് അവർ, ഇത് അധ്യാപകരായ ശ്രീ ശശികുമാർ, ശ്രീ സൗഗന്ദ്, ശ്രീമതി ഉഷ, ശ്രീമതി നിഷ, ശ്രീമതി രേഷ്മ, ശ്രീ അഭിരാമി, അതുപോലെ തന്നെ ഇവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന ശ്രീമതി രമ്യ അടക്കം ഉള്ള ഇവിടുത്തെ സ്റ്റാഫുകൾ, അതോടൊപ്പം തന്നെ ശ്രീ സുകുമാരമുള്ള ചേട്ടനടക്കം ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും, നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളടക്കം അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകളടക്കം എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് പ്രവേശനോത്സവം ആചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളിലും സ്കൂൾ പ്രവേശനോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 2005 നമ്മുടെ ഈ ശാഖാ മന്ദിരത്തിൻ്റെയും ഗുരുമന്ദിരത്തിൻ്റെയും ഒക്കെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നത്തെ കാലത്ത് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഏറെ പിന്നോക്കമായിരുന്ന ഈ പ്രദേശത്ത് ഒരു സ്കൂൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത്. ഏറെ പ്രതിസന്ധികൾ നമുക്ക് ഈ സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീ നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം വളരെ വിജയകരമായി കാര്യം മുന്നോട്ട് പോയി. നമുക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രസിഡന്റും ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് സെക്രട്ടറിയും ഒക്കെ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സ്കൂളിനെ ഇന്ന് കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാക്കി നമ്മൾ മാറ്റിയത്. ഇനിയും വളരെയധികം നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമൊക്കെ കുറവാണ്.
നമ്മുടെ പ്രദേശത്തെ കുട്ടികളെ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രക്ഷാകർത്താക്കൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിച്ചത്. കോവിഡിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ 65ഉം 70ഉം ഒക്കെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ്. കോവിഡിന് ശേഷമാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ സ്ട്രെങ്തിൽ ഇത്രയധികം കുറവ് സംഭവിച്ചത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് രക്ഷകർത്തൃ സുഹൃത്തുക്കളുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ നടത്തുന്നു. അടുത്ത 2 പേർക്ക് സംസാരിക്കുന്നതിന് ശശികുമാർ സാറിനെ ക്ഷണിക്കുന്നു. Good morning to everyone. Very good morning. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക് വന്നിരിക്കുകയല്ലയോ? 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലായി, 4ായി നമ്മളെ പോവാണ്. അപ്പൊ ഈ വർഷം മുതൽ നമുക്കൊരു പുതിയ യുഗമാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നുണ്ട് പുതിയ യുഗം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ യുഗമായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് ആ പുതിയ യുഗത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? മികച്ച അക്കാഡമിക് ആയിട്ടുള്ള നമ്മുടെ അധ്യയനത്തിന്റെ മികച്ച നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനായി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടായി ശ്രമിക്കണം. അധ്യാപകരും കുട്ടികളും പേരൻസും എല്ലാം കൂടെ ചേർന്ന് കൂട്ടായിട്ടുള്ള ഒരു ടീം പോലെ വർക്ക് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? സ്കൂളിന്റെ മികവ്, പഠനത്തിന്റെ മികവ്, അത് നേടിയെടുക്കുന്ന ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ നമുക്ക് കൂട്ടായി ശ്രമിച്ചെങ്കിലേ വരത്തുള്ളൂ. അപ്പൊ ഒരു കളിയില് ഒരാൾ മാത്രം വിചാരിച്ചാൽ ജയിക്കാൻ പറ്റത്തില്ല. പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഫുട്ബോളുണ്ട്, അവിടെ ബാക്ക്വേർഡുണ്ട്, മിഡിൽ മാൻമാരുണ്ട്, ഫോർവേഡുണ്ട്, സ്ട്രൈക്കറുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കാതിരിക്കട്ടെ, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഒരുമിക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അധ്യാപകർ തന്നെ ഇന്ററാക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ തോന്നും. വീട്ടിൽ വന്നാൽ നമ്മളെല്ലാം എഴുതിട്ടായിട്ടുള്ള പേരൻസാണ്. ആരും മോശക്കാരൊന്നുമില്ല. അധ്യാപകരെക്കാട്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ വീട്ടിൽ വന്നാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരോട് ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അവരുടെ സ്റ്റാൻഡേർഡ്, കുഞ്ഞിന്റെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ, ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. How do you help അല്ലെങ്കിൽ feel in your school atmosphere? What is this? Who is that? ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നത് അവരത് റിയാക്ട് ചെയ്യുമെന്ന് നോക്കുക. അപ്പൊ സ്കൂളിൽ ഞങ്ങള് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് ആ കുഞ്ഞു മനസ്സിലേക്ക് അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വീട്ടിൽ വരുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പേരൻസും ടീച്ചേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മളെ മക്കളുടെ സ്റ്റാൻഡേർഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അധ്യാപകരും പേരൻസും കൂടെ ചേർന്ന് വേണം നമ്മുടെ മക്കളുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കണം, അവനത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. സ്കൂളിൽ ചെയ്യുന്നവർക്ക് തന്നെ വീട്ടിലും അവരുടെ ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്തും പഠിച്ചിട്ടുണ്ട്, എന്തും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എന്തറിയാം എന്നുള്ളത് ടെസ്റ്റിംഗ് വീട്ടിൽ നടത്താം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ റെസ്പോണ്ട് ചെയ്യാത്ത കുഞ്ഞുങ്ങളെ പറ്റിയുള്ളതെന്നുണ്ടെങ്കിൽ ആ പേരൻസിനെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ വെച്ച് അറിയിക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുന്ന ഞാൻ സാറേ എന്റെ മോനിക്കണെങ്കിൽ അല്ലെങ്കിൽ എന്റെ മോളിങ്ങനെ അത് ചോദിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, സാറിന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പേരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്, മാനേജർ സാറ്, പ്രിൻസിപ്പൽ മിസ്, ഞാൻ എത്ര നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ അല്ലെങ്കിൽ കുറവായിട്ട് തോന്നുന്ന എന്തെങ്കിലും നിങ്ങളത് പറയണം. പറയാതെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പറയാതിരിക്കുന്നുണ്ടോ നമ്മൾ കേൾക്കുന്നതാണ് ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, ഞങ്ങൾക്കൊരു പാർട്ടുമില്ല, ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഒഴിവൊന്നും വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ പറയാതിരിക്കുകയും പിന്നീട് ഒരു അവസരം വരുമ്പോൾ ആ സ്കൂളിന് സ്റ്റാൻഡേർഡ് ഇല്ല, അല്ലെങ്കിൽ ആ സ്കൂളിന് അറിയില്ല എന്ന് പറയുന്നതല്ല ശരി. നമ്മള് ഇത്രത്തോളം ഫ്രീഡമൊന്നും ഒരു പേരൻസിനും ഒരു സ്കൂളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ വലിയ സ്കൂളുകളുണ്ട്, ഗ്രീൻ മൗണ്ട് ഉണ്ട്, സ്റ്റാർബോർഡ് ഉണ്ട്, ബിലിവേഴ്സ് മഹാത്മാ സ്കൂളുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട്.
അവിടെയൊക്കെ പേരൻസിന് അവരുടെ പരിധിക്കപ്പുറത്ത് അവർ അടുപ്പിക്കത്തില്ല. അവിടെ മീറ്റിംഗ്, നമ്മുടെ പേരൻസ് മീറ്റിംഗ് എന്ന വല്ലപ്പോഴൊക്കെ അവിടെ ഇതുപോലെ ഫ്രീഡം അവിടെ തരുന്നില്ല. ഇത് ടീച്ചേഴ്സ് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ആശയം ഉണ്ടെന്ന് പറയണം. നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം പെർഫെക്റ്റ് ഇംപെർഫെക്റ്റേഴ്സാണ്. അപ്പൊ നമുക്ക് ആ അപൂർണത ഉണ്ടായതിന്റെ പേരിൽ നമ്മളറിയത്തില്ല, നമുക്കറിയാവുന്ന കുറ്റങ്ങൾ മുഴുവനെങ്കിൽ ആർക്കൊന്നും വരാതെങ്കിൽ അപ്പൊ ഞാൻ ശരിയാണ് എന്നൊരു ബോധം എനിക്കുണ്ടാകും. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ സാറേ എടുക്കുന്നത് കുഴപ്പമുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നെക്കാട്ടി വിദ്യാഭ്യാസമുള്ളവരൊക്കെ കൊണ്ടുകൂടെ അവർക്ക് പറയാം, സാറേ ഇന്നടുത്ത് പ്രശ്നമുണ്ട്, ഇന്ന ഭാഗം ശരിയല്ല, അല്ലെങ്കിൽ ഇന്നടുത്ത് കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്ത് പറയാം, നാലിന് സാറിന് എടുത്ത് പറയാം എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇതൊന്നും പറയാതെ നമ്മുടെ സ്കൂളിലും പുറത്തു പോയി ആക്ഷേപിക്കുക. ഇപ്രാവശ്യം ഉണ്ടാകരുത്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നമുക്ക് പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിച്ചിട്ട് വേണം നമ്മുടെ മക്കളുടെ അവരുടെ സ്റ്റഡിയുടെ സ്റ്റാൻഡേർഡ്, അവരുടെ ലേണിംഗ് സ്റ്റാൻഡേർഡ്, അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരു ടീം പോലെ. നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പറയുന്നതാണ് നമ്മുടെ കുട്ടിയുടെ സ്കൂളിന്റെ പഠന മികവാണ്, നമ്മുടെ മക്കളുടെ പഠന മികവാണ്. അത് ഉയർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരുമിച്ച് കൈ കൊടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മകൾ വ്യക്തികളെ വിശിക്കുക പിഞ്ചു കുരുന്നുകൾക്ക് എൻ്റെ ആശംസകൾ. ഞാൻ എന്തോ മാനസികമായിട്ട് ഈ സ്കൂളുമായിട്ട് എനിക്ക് വലിയ ഒരു ബന്ധമുണ്ട്. പക്ഷേ ശാരീരിക ആശ്വാസനം കൊണ്ട് എനിക്ക് അത് എവരും എയർപോർട്ട് ബുക്കിംഗ് എടുത്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ഉള്ളൊരു വിഷമവുമുണ്ട്. നേരത്തെ കൂട്ടി ഞാൻ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടൊക്കെ പറഞ്ഞ് നമുക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്ന്. പക്ഷെ അവർ നേരത്തെ കൂട്ടി അതിനൊക്കെ ശ്രമിച്ചേ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഏരിയ. അപ്പൊ അവര് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോഴും അതിനിടയ്ക്ക് ഡേ കെയറുകാർ കയറി പിടിക്കും. പിന്നെ ഒരു വിഭാഗം ആളുകൾ പറയും 5 കിലോ അരിയെ കിട്ടും, യാതൊന്നും അറിയണ്ട, അവിടെ അങ്ങോട്ട് ഈസിയാ, നല്ല സ്കൂളാണ്, നിങ്ങൾ എന്തോത്തിന് ഈ ഡൊണേഷൻ ഇതൊക്കെ കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. പക്ഷെ ഇതെന്തോ പറഞ്ഞാലും ഇവിടെ അവിടെ ആയിട്ടുള്ള വ്യത്യാസം. ഞാൻ ഗവൺമെന്റ് സ്കൂളിനെ ആക്ഷേപിച്ച് പറയുകയല്ല. നമ്മളവിടെ നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ എല്ലാ വാരവും നമ്മുടെ രക്ഷകർത്താക്കളിൽ തന്നെ അവരെ ഏൽപ്പിക്കുന്നത്. അവർക്ക് മറ്റു കാര്യങ്ങൾ മറിച്ച് ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഡിസിപ്ലിനാണ്. അതാണ് ഇവിടുത്തെ നല്ല മാനേജ്മെന്റ് സ്കൂളിലെ മിക്കവാറും നമ്മൾ കാണുന്നത്. കുട്ടികൾക്ക് ഒരു പ്രത്യേക അച്ചടക്ക രാഗിക്കുണ്ട്. മറ്റ് ഗവൺമെന്റ് സ്കൂളിൽ അത് കിട്ടത്തില്ല. കാര്യം അവരെ അവിടെ ചെന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങോട്ടും മറിച്ച് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞെ വരികയാണെങ്കിൽ അയൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാ, അവന്റെ വസ്ത്രം മോശമാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. പിന്നെ രാജ്കുമാർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഏരിയ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ ഏരിയ. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ചെന്നാൽ രക്ഷകർത്താക്കള് ഇവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അത് ഒരു 90% ആളുകളും അങ്ങനെ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് അത് ഇവിടെ അതും കൂടെ മേക്കപ്പ് ചെയ്ത് പോകണം. കാര്യം എന്തെങ്കിലുമൊക്കെ സാറ് തന്നെ ഇവിടെ നീ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞുവിടാന്നുണ്ടെങ്കിൽ അത്രയും തോന്നും. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് പറയാനെന്നുണ്ടെങ്കിൽ അധ്യാപകര് വളരെ തുച്ഛമായ വേതനത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മറ്റേ ഇത് അനുസരിച്ച് അധികം ഫീസ് കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ മനസ്സംയമന ശക്തി അവരെ ഒരു സേവനം പോലെ അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ സേവനം ഫലപ്രദമായിട്ട് നമ്മുടെ കുട്ടികളിൽ എത്തിക്കണം. അത് തദ്വാരാ രക്ഷകർത്താക്കളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ശശികുമാർ സാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും വിശേഷം വരുമ്പോഴേ ചിലപ്പോൾ നമ്മളെ ദോഷം പോവുക, അല്ലെങ്കിൽ ഒരു സന്യാസത്തിന് പോകുന്നൊരു കൂടുമ്പോൾ നമ്മുടെ കുട്ടികളെയും ബുദ്ധിയും പോവുക. പക്ഷെ ആ ഒരു ദിവസത്തെ ക്ലാസ് ആ കുട്ടിക്ക് നഷ്ടപ്പെടുക.
അപ്പൊ അതൊരിക്കലും അത് അങ്ങനെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. ഒരു ദിവസവും കഴിയുന്നത് ഈ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കരുതെന്ന് പറയുന്നത്. അതുവഴിയെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു അറിവും ബോധവും ഉണ്ടാവും. ഒരു ദിവസം അവർ പറഞ്ഞില്ലെങ്കിൽ ആ പഠനം അങ്ങ് പോയാണ്. അപ്പൊ ഇത് ഇപ്പോഴേ തന്നെ യഥാർത്ഥത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളായതെല്ലാം ഇരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇവരിൽ കൂടെ അതും ഇതൊക്കെ പകർത്തിയാകും. പക്ഷെ അവരുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം നല്ല രീതിയിലാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിൽ നമ്മൾ ബന്ധപ്പെട്ടു ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ പറഞ്ഞുകൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഫലപ്രദമാക്കി എടുക്കാനും മറ്റുള്ളവരെ നമ്മളെ ഈ മാതിരി അതും ഇതൊക്കെ പറയുമ്പോൾ നമ്മളത് നിഷ്കരണം അത് തള്ളിക്കളയണം. തള്ളിക്കളയണമെന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ചെവിയിൽ എപ്പോഴും അലയിട്ട് പറയുന്ന നല്ല സ്കൂളാണ്, AC ആണ് അവിടെ, എന്തെല്ലാം അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം വല്ലതും നിങ്ങൾ കൊടുത്തുകൊടുത്തോ, അവിടെ ഭക്ഷണം ഉണ്ട്, എല്ലാം ഉണ്ട്, മറ്റുണ്ട് പറഞ്ഞത്. പക്ഷേ എന്തും അവിടെ നടക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു, മൂന്നരക്ക് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് അവർക്ക് അത് വലിയ എന്തോന്നല്ല. അവര് ബോർഡിൽ എന്തെങ്കിലും കുറിച്ചിട്ട് എന്തൊക്കെ മറിച്ച് നമ്മുടെ ഈ മാനേജ്മെന്റ് സ്കൂളിലെ ഇപ്പോഴതല്ല. എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രജ്ഞം അവര് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ശ്രദ്ധിക്കാതെ പറ്റത്തില്ല. കാര്യം ഒരു വിദ്യാർത്ഥിയുടെ അവരുടെ ആ നിലവാരം അല്ലെന്നുണ്ടെങ്കിൽ നാളെ കാലം എന്തോന്നും അത് രക്ഷകർത്താക്കളും മറ്റു സമൂഹവും ശ്രദ്ധിക്കും എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്യുകയോ ചൂഷണം ചെയ്യുകയോ അപഹസിക്കുകയോ ചെയ്യരുത്. അത് മാത്രം നമ്മൾ നിന്ന് കൊണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഉഷാംശം ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രവേശനോത്സവ ആശംസകൾ. ഇതെല്ലാം പാരൻസിനും ഇരിക്കുന്ന മുഖ്യ അതിഥികൾക്കും മറ്റധ്യാപകർക്കും എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഞാൻ ആശംസകൾ നേരുന്നു. നന്ദി.